പറവൂർ സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ മന്ത്രി പി രാജീവ് നടപടികൾ എടുക്കുന്നില്ല എന്നാരോപിച്ച് യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എംഎൽഎ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പറവൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും നടപടികൾ സ്തംഭിപ്പിക്കുന്ന മന്ത്രി പി രാജീവിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂരിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മുൻ എംഎൽഎ അനിൽ അക്കര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കൊണ്ടുവരാൻ ഇവർ തീരുമാനിച്ചത്. ഞാൻ ഇപ്പോഴും ഓക്കെയാണ്. കേരള നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാൻ തയ്യാറായ എംഎൽഎ. യുഡിഎഫ് പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് വിഷയാവതരണം നടത്തി. മുൻ എംപി കെ പി ധനപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് റജി, സുഗതൻ മാലിയങ്ങര, കെ എ അഗസ്റ്റിൻ, കെ കെ അബ്ദുള്ള, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ, നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു, റോഷൻ ചാക്കപ്പൻ, ഉദയഭാനു, കെ കെ ബഷീർ, ഡെന്നി തോമസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നോട്ട് പറവൂർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ, SS പ്ലേറ്റ്, SS ഷീറ്റ്, SS ഹാൻഡ് റെയിൽ, ഫിറ്റിംഗ്സ് ആൻഡ് ഓൾ SS ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. SS ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്.